everyone, welcome to Kids Area Online. Kids Area Online ഈ വെക്കേഷനിൽ ഒത്തിരി ക്ലാസ്സുകൾ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. ഏപ്രിൽ 1-നാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ആ ദിവസത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 1 hour ക്ലാസ് വരുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിൽ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങളുടെ കുട്ടി എഴുതാനും വായിക്കുവാനും കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ഒക്കെ ബാക്കിലായിട്ടുള്ളത് അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ്. എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് എക്സാം എഴുതാനായിട്ട് ഗ്രാമർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് STD 1-ലേക്ക് പോകുന്ന കുട്ടികൾക്കായി പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്ന കുട്ടികൾ, UKGയിൽ പോകുന്ന കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ലെറ്റേഴ്സ്, നമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. മാത്തമെറ്റിക്സ് ബേസിക് ചേർത്തുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം ചേർത്തുകൊണ്ട് മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും, അതായത് കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ, അവരുടെ ടോപ്പിക് ഡയറി, കോൺവെർസേഷൻ, ഇതുപോലുള്ള ടോപ്പിക്സ്, നിവേദനം തയ്യാറാക്കുക, വിവരണം എഴുതുക, ഇങ്ങനെ മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ്സുകൾ അതും ഈ വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിനു പുറമെ ഒത്തിരി വർക്ക്ഷീറ്റ്സ് ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി വരുന്നുണ്ട്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ക്യാൻ, കനോട്ട്. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? കഴിയും. കനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കഴിയില്ല. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ സ്പെല്ലിംഗ് എന്നുള്ളതാണ്. CAN, ക്യാൻ. ക്യാൻ്റെ സ്പെല്ലിംഗ് CAN, ക്യാൻ. ഇനി ഇത് ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് കഴിയും. കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല, എനിക്ക് കഴിയില്ല. ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. അപ്പോൾ കനോട്ട് എങ്ങനെ എഴുതാം? CAN അതുപോലെ എഴുതുക, മുകളിൽ ചെറിയൊരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുക, എന്നിട്ട് T എഴുതുക. കനോട്ട്. ക്യാൻ എഴുതുക, മുകളിൽ ചെറിയൊരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുക, T എഴുതുക. കനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കഴിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായോ? ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ക്യാൻ കഴിയും, കനോട്ട് CAN ഇട്ടുക, മുകളിലൊരു വര കൊടുക്കുക, T എഴുതുക. കനോട്ട് കഴിയും, കഴിയില്ല. ഇത് കഴിയും, ഇത് കഴിയില്ല. ഓക്കെ, സ്പെല്ലിംഗ് മനസ്സിലായല്ലോ, അർത്ഥം മനസ്സിലായല്ലോ. ഇനി ഇതിന് പുറകിൽ ഐ കൂടി കൊടുത്താൽ എന്താ? ഐ ക്യാൻ, എനിക്ക് കഴിയും. ഇവിടെ ഐ കൊടുത്താൽ ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. ഐ ചേർത്താൽ ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണേ. വി കനോട്ട് ഹെൽപ്പ് യു, നമുക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, പക്ഷേ വിസാർഡ് ഓഫ് ഓസ് എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. ഇവിടെ സഹായിക്കാൻ കഴിയും, വിസാർഡ് ഓഫ് ഓസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നമുക്ക് സഹായിക്കാൻ കഴിയില്ല. വി കനോട്ട് ഹെൽപ്പ്, നമുക്ക് സഹായിക്കാൻ കഴിയില്ല. വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, വിസാർഡ് ഓഫ് ഓസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇവിടെ വി ക്യാൻ ഡു മെനി തിങ്സ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാം. വി ക്യാൻ ഡു മെനി തിങ്സ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബട്ട് there are many things that we cannot do, എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ക്യാൻ, കനോട്ട്. അങ്ങനെയാണെങ്കിൽ ദാ ഇതൊന്ന് നമുക്ക് എഴുതണം. എങ്ങനെ എഴുതാം? ഇവിടെ ഈ ചിത്രം നോക്ക്, എന്താണ് ചെയ്യുന്നത്? ഫ്ലൈ, പറക്കുന്നു. റൈഡ്, റൈഡ് ചെയ്യുന്നു. ഇതെന്താ ചെയ്യുന്നേ? സ്കേറ്റ്, സ്കേറ്റ് ചെയ്യുക. റൺ, ഓടുക. ബിൽഡ്, ബിൽഡ് ചെയ്യുക. ക്ലൈംബ്, കയറുക. അപ്പോൾ കഴിയുമെങ്കിൽ എന്ത് പറയണം? ഐ ക്യാൻ. കഴിയില്ലെങ്കിൽ ഐ കനോട്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ കനോട്ട് ഫ്ലൈ. ഇനി കഴിയുമെങ്കിലോ? ഐ ക്യാൻ ഫ്ലൈ.
ഇവിടെ കഴിയും. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ്. കഴിയില്ലെങ്കിൽ എന്ത് പറയാം? ഐ cannot റൈറ്റ്. ഓക്കെ, ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ കൊടുക്കണം കേട്ടോ. സ്കേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഐ ക്യാൻ സ്കേറ്റ്. കഴിയില്ലെങ്കിൽ എങ്ങനെ എഴുതണം? ഐ cannot സ്കേറ്റ്. റൺ ചെയ്യാൻ അറിയാമെങ്കിൽ എന്തെഴുതാം? ഐ ക്യാൻ റൺ. എനിക്ക് ഓടാൻ കഴിയും. ഓടാൻ കഴിയില്ല എന്ന് എങ്ങനെ എഴുതാം? ഐ cannot റൺ. എനിക്ക് ഓടാൻ കഴിയില്ല. ബിൽഡ് ചെയ്യാൻ അറിയാമെങ്കിൽ എന്ത് പറയാം? ഐ ക്യാൻ ബിൽഡ്. അറിയില്ലെങ്കിലോ? ഐ cannot ബിൽഡ്. ഇത് ക്ലൈംബാണ്, കയറുക. എന്ത് പറയാം? കയറാൻ അറിയാമെങ്കിൽ ഐ ക്യാൻ ക്ലൈംബ്. എനിക്ക് കയറാൻ കഴിയും. കയറാൻ കഴിയില്ലെങ്കിൽ ഐ cannot ക്ലൈംബ്. മനസ്സിലായോ? ക്യാൻ cannot. ഐ എന്ന് പറഞ്ഞാൽ എനിക്ക്. ഐ ക്യാൻ എനിക്ക് കഴിയും. ഐ cannot എനിക്ക് കഴിയില്ല. ക്ലിയർ ആണോ? അപ്പോൾ ക്യാൻ cannot എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുമല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.